ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 9. സൂര്യകാന്തി യുദ്ധം. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. ഞങ്ങളുടെ അയൽപ്പക്കത്തെ പശുക്കൾക്കും എനിക്കും സൂര്യകാന്തി പൂക്കളെ കുറിച്ച് 2 വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ഓരോ വേനൽക്കാലത്തും ഞാൻ പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോൾ അതിൻ്റെ പൂക്കളുടെ സൗന്ദര്യത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. എന്നിരുന്നാലും എൻ്റെ പശു സുഹൃത്തുക്കൾ പക്ഷേ വിരിയുന്ന പൂവിനെ കാര്യമാക്കുന്നില്ല. ഒന്നും അവശേഷിപ്പിക്കാതെ ഇലയും തണ്ടും പോലും ചവയ്ക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. എൻ്റെ 4 കുളമ്പുള്ള അയൽക്കാർ വിഴുങ്ങുന്നതിനു മുമ്പ് പൂക്കൾ പക്വത പ്രാപിക്കുവാൻ ഞാൻ ചെടികളെ സഹായിക്കുന്നത് ഒരു വാർഷിക വേനൽക്കാല യുദ്ധമായി പലപ്പോഴും മാറും. ചിലപ്പോൾ അവർ വിജയിക്കും, ചിലപ്പോൾ ഞാൻ വിജയിക്കും. യേശുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കും നമ്മുടെ ശത്രുവായ സാത്താനും തമ്മിൽ സമാനമായ യുദ്ധം നടക്കുന്നതായി കാണുവാൻ എളുപ്പമാണ്. ആത്മീക പക്വതയിലേക്ക് നയിക്കുന്ന നിരന്തരമായ വളർച്ചയാണ് നമ്മുടെ ലക്ഷ്യം. ദൈവ മഹത്വത്തിനായി നമ്മുടെ ജീവിതം വേറിട്ട് നിർത്തുവാൻ നാം ആഗ്രഹിക്കുന്നു. നമ്മുടെ വിശ്വാസം നശിപ്പിക്കുവാനും നാം വളരാതിരിക്കുവാനും പിശാച് ശ്രമിക്കുന്നു. എന്നാൽ യേശുവിന് എല്ലാ ശക്തിയുടെയും മേൽ പൂർണ്ണ ആധിപത്യമുണ്ട്. കൂടാതെ നമ്മെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാനും അവന് കഴിയും. അതായത് ദൈവം നമ്മെ സമ്പൂർണരാക്കുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശിലെ വിജയം ആ മനോഹരമായ സൂര്യകാന്തി പൂക്കൾ പോലെ ലോകത്ത് വേറിട്ടു നിൽക്കുവാൻ നമ്മെ അനുവദിക്കുന്നു. യേശു നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത്, അതായത് നമ്മുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ ക്രൂശിൽ തറച്ചപ്പോൾ നമ്മെ നിയന്ത്രിക്കുന്ന ശക്തികളെ യേശു നശിപ്പിച്ചു. നമ്മൾ വേരൂന്നുകയും ആത്മീക വർധന പ്രാപിക്കുകയും ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുകയും ചെയ്ത് ശത്രുവിൻ്റെ ആത്മീക ആക്രമണങ്ങളെ ചെറുക്കുവാനും യേശുവിൽ തഴച്ചു വളരുവാനും നാം അവനിൽ ശക്തിയുള്ളവരാണ്. അത് യഥാർത്ഥ സൗന്ദര്യമുള്ള ജീവിതത്തെ പ്രദർശിപ്പിക്കുന്നു. ചിന്തിക്കുക, നിങ്ങൾ ആത്മീക പക്വതയിൽ വളർന്നു വരുമ്പോൾ അതിൻ്റെ ഏതു മേഖലകളാണ് ശത്രു കാർന്നു തിന്നുവാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ആത്മീക ആക്രമണങ്ങൾ അനുഭവിക്കുമ്പോൾ ദൈവത്തെ ആശ്രയിക്കുന്നത് ഏറ്റവും പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? ദൈവത്തിനു മഹത്വം.